അവിടെ അനാക്കൊണ്ടൊക്കെ ഉണ്ട് ഉമ്മ. അനാക്കൊണ്ട അതിക്കറിയില്ല. അവിടെ വെള്ളക്കടുവുണ്ട്. നോക്കിയാ തീറ്റോ വേന്നുവാ. അതെ റെഡി ആയപ്പോ തുടങ്ങിയത് എന്നെ സാരി എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. എവിടെ ഓള് എന്താ കഴിഞ്ഞില്ലേ? ഇറങ്ങേ പുറപ്പാടാണേ തീരണ്ടേ. നീ പോയിട്ട് വിളിക്ക്. ഓള് ഇറങ്ങണില്ല. അമ്മൂ എന്താ വണ്ടി വന്ന് നിക്കണേ? ഇറങ്ങില്ല. എന്താ ചെയ്യണ അവിടെ? മല്ലിക എന്താ കല്യാണത്തിനൊന്നല്ല, മൃഗങ്ങളെ കാണാനല്ലേ? ഇവളെ ഒരുക്കി ഇറക്കണ്ടേ? എന്നാലും ഇപ്പൊ അച്ഛല്ലാത്തത് കഷ്ടായി പോയി. ഇല്ല, ഓനും അമ്മയും കൂടെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് വരോ? അത് മതിയല്ലോ. ഇവിടെ സമാധാനായിട്ട് ഇരിക്കണട്ടോ. അവിടെ ചെന്നിട്ട് ഇതുപോലെ ഓടിയിട്ടുണ്ടെങ്കിൽ അറിയാ. കുട്ടികൾക്ക് എന്തായാലും വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ. ജോസൂട്ടിയെ. എന്താ വാസൂട്ടി? അല്ല അവിടെ എന്തായി? ഇവിടെ ജെസി യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇറങ്ങും. വേറെ റെഡിയാവും പറഞ്ഞോ? ഇവിടെ മല്ലികയും റസിയയും കുട്ടികളൊക്കെ പാടത് ഇറങ്ങി വിടുന്നു. ആണോ? ഞാൻ അവിടെ കൊണ്ടുവന്ന് ആക്കണ? വേണ്ട വേണ്ട വേണ്ട. അവര് അങ്ങോട്ട് വരും. എന്നിട്ട് അവിടുന്ന് എടുത്തിട്ട് പോവാന്നാ പറഞ്ഞത്. ശരി. അപ്പൊ ഇവിടെ റോഡിൽ ഇറങ്ങി നിന്നാ പോരെ അവള്? റോഡിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. അതെ, അവള് റെഡി ആവുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം. എന്താണ്? എടാ, ഏതായാലും പെണ്ണുങ്ങളൊക്കെ പുറത്തു പോയതല്ലേ. എന്തെങ്കിലും ഒരു സാധനം സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്ക്. ഇപ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാണ്? ആരൊക്കെ ഉണ്ട്? ആരുമില്ല, ഞാനും തീ മാത്രമേ ഉള്ളൂ. മറ്റോ കഴിക്കില്ലല്ലോ. പക്ഷെ ദൊരയുണ്ട? ദൊരയില്ല. മൂപ്പർക്ക് എന്തോ കോഴിക്കോട് എന്തോ നേരെ കണ്ടു പറഞ്ഞിട്ട്. ശരി. അപ്പൊ ഒരു 1/2 ലിറ്റർ മതിയാവോ? നീ കുറച്ചല്ലേ കഴിക്കുള്ളൂ. അത് ഞാൻ ഒപ്പിച്ചോളാം. ഇവിടെ ഇറങ്ങിയിട്ടേ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ പോയി മേടിച്ചിട്ട് അവിടെ കൊണ്ടുവരാം. ആയിക്കോട്ടെ. ബാക്കി സെറ്റപ്പ് കണക്കിക്കോ. ഓക്കെ എന്നാ. ശരി ശരി. ജെസി, ജെസിയേ, നീ എന്തൊരുങ്ങിയാണിത്? ആ മല്ലികയും പിള്ളേരൊക്കെ ഇറങ്ങിന്ന്. ഇപ്പൊ വണ്ടിയായിട്ട് ഇവിടെ വരും. നീ ഇവിടെ ഇറങ്ങി നിന്നാ മതി. അവരിറങ്ങി ഇത്ര പെട്ടെന്ന്? ഞാൻ ഇറങ്ങി. പിന്നെ എവിടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വാതിലൊക്കെ പൂട്ടിയിട്ട് വേണം പോവാൻ. തുറന്നിട്ടിട്ട് പോകരുത്. ഞാൻ എവിടെ പോട്ടെ? ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോണേണ്. പുറത്തോട്ട് ഇറങ്ങണില്ലേ? ഇന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങണില്ല. ഒരു സ്ഥലത്തും പോണില്ല. എന്നാ പിന്നെ ഉറങ്ങുവാണെങ്കിൽ വാതിൽ പൂട്ടിയിട്ട് കിടന്ന് ഉറങ്ങിയാ മതി. അത്ര വിശ്വാസമില്ല. നീ പോകണ്ട. നീ ഇവിടെ നിന്നോ. എനിക്ക് വിശ്വാസം ഇല്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ വാതിൽ തുറന്നിട്ടിട്ടല്ലേ പോവുള്ളൂ. ഇല്ലടേ, ഇത്തിരി ശ്വാസം വലിച്ചോട്ടെ ഞാൻ ഇവിടെ കിടന്നിട്ട്. അത് വേണമെങ്കിൽ ഇടയ്ക്ക് ഇച്ചിരിയൊക്കെ വലിച്ചോ. നല്ലതാ. എന്നാ ചെല്ലി വേഗം. അവര് അവിടെ കാത്തു. അപ്പൊ വേറൊന്നും ഇല്ലല്ലോ? വേറെ ഒന്നുമില്ല. നീ വേഗം പോയിട്ട് ഇങ്ങോട്ട് വാ. ശരി. തിരിച്ചു വരുമ്പോ എന്നെ വിളിച്ചാൽ മതി. ഞാൻ വന്നെടുത്തോളാം കേട്ടോ. കടങ്കഥയിൽ ഉത്തരം മുട്ടിയ നേരം അരിശം കൊണ്ടമ്മ പറഞ്ഞു പെണ്ണേ. കടങ്കഥയിൽ ഉത്തരം മുട്ടിയ നേരം അരിശം കൊണ്ടമ്മ പറഞ്ഞു പെണ്ണേ. ഇതെന്താന്ന് ഗാനമേള? എന്താ പരിപാടി? ഇത് പൈൻ്റാണ്. ഒരു പൈൻ്റാണ്. ശരി. വെറുതെ ഇരുന്നപ്പേ എന്ത് പരിപാടികളെ കാണിക്കണം. വളരെ മോശമായി പോയിട്ടോ. മോശമായി പോയി. ഇവരൊക്കെ മോശം സാധനമാണ്. പൈസ ഉണ്ടായില്ല. നല്ല സാധനം മേടിക്കണം അല്ലേ? ഉള്ള പൈസക്കല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ ഓരോ തട്ടുത്തരം പറഞ്ഞോട്ടാ. ഓരോ കാര്യം കാണിക്കണം. എന്ത് പണി കാണിക്കണം നിങ്ങള്? അതെ, ഇന്നിപ്പോ ആരും ഇല്ലല്ലോ വീട്ടില്. പെണ്ണുങ്ങൾ ആരും ഇല്ലല്ലോ. അപ്പൊ ജോസൂട്ടി ഇങ്ങനെ സംഗതി പറഞ്ഞ പിന്നെ ആയിക്കോട്ടെ പറഞ്ഞു. ഞാൻ എന്നെ പറഞ്ഞത് പെണ്ണുങ്ങളില്ലാത്ത സമയത്ത് നിങ്ങള് കുടുംബത്തിൽ ഈ ജാതി പണികൾ കാണിക്കരുത്. പെണ്ണുങ്ങൾ എന്തിനാ? ഞങ്ങൾ രണ്ടുപേരും കൂടി എല്ലാം അടിക്കണം. അതിനെന്തിനാ പെണ്ണുങ്ങള്? ഇവനോടൊക്കെ എന്ത് വർത്താന പറയണത്? വളരെ മോശമല്ലേ ഇത്? അവരങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ അപ്പൊ തന്നെ നിങ്ങൾ ഒരു കുപ്പി പൊട്ടിക്കാന്ന് പറഞ്ഞാൽ എന്താ അവർക്ക് തോന്നുക? ഓരോ പണി കാണിക്കണത് ഭയങ്കര വൃത്തികേടായത്. ഓരോ കാര്യങ്ങള്. ഇനി പോട്ടെ. ഇനിയില്ല, ഇനി വേണ്ട. എന്താ മനസ്സിലാക്കാത്തത്? ഇതൊരു വീടല്ലേ ഇത്? ഇജ്ജിപ്പടെ ഞാൻ എന്റെ വീട് എന്നുള്ള വെച്ചിട്ടല്ല അവർ എന്റെ വീട് എന്നുള്ള പോട്ടെ. ഇതൊരു ഇജ്ജിപ്പടെ ഒരു കുടുംബമായിട്ട് താമസിക്കുക. ഇത് വീടിന് ഐശ്വര്യക്കേടാണ്.
എന്ത് അല്ല, പരിചയമുള്ള വീടായോണ്ട് ചങ്ങായല്ല ഞാൻ പറഞ്ഞത്. പിന്നെ? എന്ത് ഇതിപ്പോ എന്റെ വീടായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു ഒരു ബർക്കത്ത് കുറവ് ഉണ്ടായിന്. നിങ്ങൾ ഒരു വീടിന്റെ ഉമ്മർത്ത് ഇരുന്നിട്ട് ഇങ്ങനെ മദ്യം കഴിക്കാന്ന് പറഞ്ഞാല് അതിന് പരിവിട്ട് നമ്മള് മൂന്നാളല്ലേ അറിഞ്ഞിട്ടുള്ളൂ, വേറെ പറഞ്ഞാൽ അത് വളരെ മോശമാണ്. വർക്കത്ത് കേടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മ ഇത് പാതി അടിച്ചിട്ട് ഇട്ടുകൊണ്ട് പോയാല് വർക്കത്ത് കേടാണ്. ഇത് നമ്മ ഫുള്ള് അടിച്ചാൽ കുപ്പി അങ്ങോട്ട് കളഞ്ഞുകൊണ്ട് പോയാൽ ഒരു വർക്കത്ത് കേടുമില്ല. പോയാ അവിടുന്ന് എന്ത് പറഞ്ഞാലും ഉണ്ടോ അവന്റെ ഒരു തമാശ. എന്റെ തമാശ കളിക്കണ ഇതല്ലേ. ഇത് തന്നെയാണ് നിങ്ങൾ രണ്ടാളും നിങ്ങൾ ഇല്ല കുട്ടികളും അവരായിട്ട് പോവാന്ന് പറഞ്ഞ പോലെ കാഴ്ചകളൊക്കെ ഇല്ലാന്ന് പറഞ്ഞ ഞാൻ പോയിരുന്നു. അങ്ങനെ ഞാൻ പോയിരുന്നു. നിങ്ങൾ ഈ ജാതി പരിപാടിക്കായിരിക്കണേ അങ്ങനെ പറയുന്നത്. ഇതിപ്പോ എന്താ വെച്ചാലേ ഒന്നാമത് പെണ്ണുങ്ങളില്ല, പിന്നെ ഇന്ന് പണിയില്ലല്ലോ. അപ്പൊ ഇവനും വേറെ പരിപാടികളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് കിട്ടാൻ പോണേ? ഞാൻ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ള ഒരാളെന്നല്ലേ. എനിക്കൊരു കുഴപ്പം തോന്നുന്നുണ്ടല്ലോ ഇത് കഴിക്കാണ്ട്. എന്തെങ്ങൾക്ക് കിട്ടണത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പം? നിങ്ങളെ കുഴപ്പം നിങ്ങൾക്ക് അറിയില്ല. അതന്നെ ഇതൊന്നും അത്ര നല്ല കാര്യമല്ല. ഒരു കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നല്ല കാര്യമല്ല, ആരോഗ്യത്തിന് ഹാനികരമൊന്നും അല്ലടാ. പരികുട്ടി പറയുന്നത് കാര്യമുണ്ട്. നമ്മളിത് കുറച്ച് കൂടുന്നുണ്ട്, അത് കുറച്ച് കുറക്കണം എന്നാണ് പറയണത്. എടാ അതല്ലേ പറഞ്ഞപ്പോ ആ പെണ്ണുങ്ങൾ അവർക്ക് കയറി കൊണ്ടുവരുമ്പോ നിങ്ങൾ രണ്ടാളും നിങ്ങളിപ്പോ ഇവിടുന്ന് പോയി എന്നുള്ളതല്ല. അതിനുമ്പ് അടിച്ച് കഴിഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് അവരില് കാണാത്തുള്ളത് പടച്ച റബ്ബ് കാണണ്ടേ. നിങ്ങളിത് ഈ വീടിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ വെള്ളം കുടിക്കണേ. അത് മനസ്സിലാക്കി നിങ്ങള്. ഇതൊക്കെ അവര് തന്നെ ഉണ്ടാക്കിയിട്ട് അവര് തന്നെ കുടിക്കരുതെന്ന് പറഞ്ഞോടൊക്കെ വർത്താനം പറയണത്. എടാ ഞാൻ പറയണത് എന്താ വെച്ചിട്ടുണ്ടോ, ഇതൊരു വീടാണ്. അത് നിങ്ങളിപ്പോ സാധാരണ നിങ്ങൾ കഴിക്കണൊക്കെ അറിയണല്ലേ. നിങ്ങൾ മദ്യം കഴിക്കണ അറിയാത്ത ആളെ ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിപ്പോ പോയി നിങ്ങളെ പെണ്ണുങ്ങൾ അങ്ങോട്ട് ഇല്ലാത്ത സമയം അപ്പ കുപ്പി പൊട്ടിക്കാൻ നല്ലത് പെണ്ണുങ്ങളുള്ളപ്പോ കുടിച്ചാൽ മതിയായിരുന്നു. ഇത്രയും കേക്കണ്ട, ആ ഉള്ള സ്പീഡും പോയി. ഈ ഹാമക്കിനോടൊക്കെ പറയണ നേരം കൊണ്ടേ ആവശ്യമില്ലാത്തവരെ വർത്താനം. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കള്ള നായ്ക്കളുടെ അടുത്ത് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? കുടുംബത്തിന്റെ വർക്കത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? പെണ്ണുങ്ങൾ അങ്ങോട്ട് ഇല്ലാണ്ടായ പിന്നെ എന്താ പറയാ കളി? അല്ല പിന്നെ മനുഷ്യന്മാരായത്തൊരു ഉൾപ്പാണ്. ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവും. ആരാണ്? എന്താണ്? ഒന്ന് വാചേട്ടാ. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചു. എന്റെ ബെഡ്റൂമിൽ ഒരു പെണ്ണ്. എന്റെ ബെഡ്റൂമിൽ ഒരു പെണ്ണ്. പെണ്ണോ? ആ പെണ്ണ് നമ്പറാണ്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുടിക്കണത് നിർത്തിക്കാനുള്ള നമ്പറല്ലേ കയ്യിലിരിക്കട്ടെ. പടച്ച റബ്ബന്നെ സത്യം അതിന്റെ ഉള്ളിച്ചൊന്ന് വന്നു നോക്ക്. അല്ല പെണ്ണെങ്ങനെ പറയാണെന്ന് ആരാണെന്ന് എന്താന്ന് കറജൂലടാച്ചൊന്ന് വന്നു നോക്ക്. അല്ലെന്ന് അവരങ്ങനെ പറയൂല, നമ്മ ഒന്ന് പരിചയപ്പെട്ട് മുട്ടണം. ഒരു മനുഷ്യനൊരു അവസ്ഥ ഉണ്ടാവുമ്പോ എന്തിച്ച് പറഞ്ഞേ? എടാ എനിക്കറിയില്ല എന്താന്ന് വെച്ചൊന്ന് വന്നു നോക്ക്. ഇന്ന അവിടെ ചെന്ന് വിളിക്കണേ ഇത് പോയില്ലേ? മനുഷ്യനെ അടങ്ങി വന്നു നോക്കണം. നമ്പർ അടിക്കാൻ നമ്മ കുടിക്കണേന് കൂടാ. ആരോട് പറഞ്ഞിട്ടാ പരീക്ഷ ഇതിനെ കൊണ്ടുവന്നത്? നിങ്ങക്ക് പറഞ്ഞതിനൊക്കെ തമാശ കളി എന്ന് പറയാൻ പറ്റുമോ? ധാരാണ് ഇരിക്കണേ. തലേണേ എവിടെ? ഹലോ, ഇവിടെ ഇരുന്നായിരുന്നു ആ പെണ്ണ്. ഏതുകൊണ്ട്? പടച്ചറപ്പന് ഇവിടെ ഒരു പെണ്ണിരുന്നായിരുന്നു. എന്നിട്ടല്ലേ ഞങ്ങൾ വന്നേ. പരീക്ഷ കളിക്കാൻ നിക്കല്ലേട്ടെ. ഇവിടെ എവിടെ പെണ്ണെവിടെ? പൊന്നാറ് ജോസഫ് നിങ്ങളിന്നൊന്ന് വിശ്വസിക്കില്ല. ആദ്യം പൊണ്ണിനെ കാണിച്ചിട്ട് ഇത് നമ്മള് കുടിക്കാതിരിക്കാൻ വേണ്ടിട്ടുള്ള നമ്പറാണ്. എന്ത് വർത്താനം അടിച്ച് പറഞ്ഞേ? നിങ്ങൾ കുടിക്കാതിരിക്കാൻ ഓരോ വർത്താനം പറഞ്ഞേ. പിന്നെ പെണ്ണ് അവിടെയാണ് നീ പറ. ഇവിടെ ഇരുന്ന് നന്നാണ്. ഇവിടെ ഇരുന്നിരുന്ന് ഇവിടെ ഇരുന്ന് ഞാൻ കണ്ടാണ്. എന്താണ് എഴുതി വെച്ചാണ്? എന്തേ? ഞാൻ പോകുന്നു പരീത് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. സോറി. അല്ല ഇവിടെ ആളെ കാണണ്ടേ? വെളിവേട് പറഞ്ഞിട്ട് ഈ സമയത്ത് ഓരോ വർത്താനം തമാശ അപ്പുറത്ത് നോക്കിയേ. പടച്ചറപ്പന് ഇവിടെ ഇരുന്നാണ് ഒരു പെണ്ണ്. ഞാൻ കണ്ടിട്ടാണ് വന്നത്. ഹലോ ഹലോ, എവിടെ എന്താണ്? ഹലോ, നമ്മളെ കുടിപ്പിക്കരുതേ. ഹലോ ഒന്ന് നോക്കണം. എങ്ങനെ കണ്ടെന്നാ പറഞ്ഞത്? ഞാനും ഇവിടുന്ന് ഞാൻ അടുക്കളയിൽ
റബ്ബന്നെ സത്യം ഞാൻ ഇവിടുന്ന് നടന്നു പോയില്ലേ, നടന്നു മുമ്പ് റബ്ബന്നെ ഈ ഇതിങ്ങനെ വെച്ചേക്ക് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ആരാണ് വെച്ചപ്പോ വായേട്ടാ ഇന്നെ. അപ്പൊ പരീക്ക് ഇങ്ങനെ പതുക്കെ നടന്നു വന്നപ്പോ അവള് ഓടിച്ച്. പിന്നെ എന്നോടൊക്കെ വർത്താനം പറയാൻ നിൽക്കണേ കേൾക്കണ്ടോ? അപ്പൊ ഇപ്പോഴും തമാശ കളിക്കാൻ കേട്ടോ, ഞാൻ വയറ്റിൽ കിടക്കട്ടെ. അവിടെ ഒന്നുമില്ല അടുക്കളയിൽ ഈ തമാശ കളിക്കാൻ പറ്റില്ല. എന്റെ പരീക്ക് ഇവിടെ ആളെവിടെ വെറുതെ ആയിരുന്നു പറയാൻ. ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ എങ്ങനെ ഞാൻ പറഞ്ഞു എങ്ങനെ വിശ്വസിപ്പിക്കും ഞാൻ? എന്താണ് നിനക്ക്? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ചെന്ന് ചെയ്യൂ എന്ത് പെണ്ണുണ്ട് ഇവിടെ. പെണ്ണുങ്ങട് കയറി വന്ന ഞാനൊക്കെ പോകേണ്ടി വരും ഇവിടുന്ന്. എന്തെങ്കിലും ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. കൂൾ ഡൗൺ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. കുഴപ്പമില്ല നമുക്ക് നോക്കാട്ടോ. അതെ നമുക്ക് എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കാം. നീ വെറുതെ പൊട്ടനൊക്കെ പറഞ്ഞ മനസ്സിലാവില്ല. ആയിക്കോട്ടെ വാ നോക്കാം. ഇവിടെ ഉണ്ടാവും. സമാനപ്പെട്. പരീക്കെ വിളിച്ചിട്ട് സമാനപ്പെടും. എന്ത് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ വിശ്വസിപ്പിക്കാത്ത മനസ്സിലാവില്ലേ? വേണ്ടെങ്കിൽ അവിടെ കാണണ്ടേ? അവിടെ പടച്ച റബ്ബന്റെ സത്യം എന്നെ അങ്ങനെ വിളിച്ചല്ലേ. എടാ നിനക്ക് തോന്നിയതാണ് ഇത് പറഞ്ഞില്ലേ? തോന്നിയതാണ്. എന്തിച്ച് പറഞ്ഞ ഇക്ക് അങ്ങനെ തോന്നണേ? അല്ലാതെ പിന്നെ ആളെ കാണണ്ടേ? പരീക്ക് അവിടെ എല്ലായിടത്തും നോക്കിയില്ല. നമ്മളെ ഒരു സാധനം കണ്ടില്ല. ഇക്ക് ഇപ്പോഴും സംശയമുണ്ട് ഓള് അവിടെ എവിടെയെങ്കിലും കട്ടലിന്റെ അടിയിൽ എങ്ങാനും ഉണ്ടോ നോക്കെ. കട്ടിലിന്റെ അടിയിലല്ലേ ഞാൻ കയറി തലയിട്ട് നോക്കിയത്. ഇനിയിപ്പോ എവിടെ നോക്കാം ബാക്കി. നിങ്ങളെന്ത് വിശ്വസിക്കാത്ത? വിശ്വസിക്കണമെങ്കിൽ ഈ സാധനത്തിനെ കാണണ്ടേ? അല്ല അപ്പൊ നീങ്ക കാഴ്ച മക്കളാ പോവില്ല? എന്തൊരു കാഴ്ച മക്കളെ പോകണു? നീ ഇവിടെ ഉണ്ടല്ലോ. அத நாங்க எல்லாரும் சேர்ந்து தான் போயிருக்கோம்னு நினைச்சேன். வீடு பூட்டி இருக்குமோ எப்படி சாப்பிடுறதுன்னு டென்ஷன் அடிச்சுட்டு வந்துட்டு இருந்தேன் நானு. എന്തായി പണി? அது சீக்கிரம் முடிஞ்சிச்சு. அங்க ஒரு பழைய மேசை இருந்தது. அதுல நான் திருப்பி போட்டு அந்த காலு 4 இருக்குதுல்ல, அதுல இப்படி பழைய வச்சு மூடுறதும் கோழி கூட ஆயிடுச்சு. പൈസ എടുക്ക് പൈസ. அல்ல பொண்ணுங்களும் பிள்ளைகளும் இங்க இல்ல. நீங்க 3 பேரும் தனியா இருக்குது. இங்க என்ன நடக்குது? കഴിഞ്ഞു പോയി. അപ്പൊ ஏன் எனக்கு எடுத்து வைக்கல? ഇല്ല അത് കഴിഞ്ഞു കുറച്ചില്ലേ ഉള്ളൂ. മേടിക്കാം പണിക്ക് പോയില്ലേ? கையில காசு இருக்குது அதான் வரேன். പൈസ நான் இந்த ட்ரெஸ் எல்லாம் மாறிட்டு வரேன். ட்ரெஸ் எல்லாம் மாறிட்டு வரேன். ஒன்னு ஆர்டர் பண்ணு. അത് ശരി പോ. അറിയരുതിട്ടാ. അതെങ്ങാനും അറിഞ്ഞപ്പോ ഇവിടെ റേഡിയോയില് അബദ്ധം പറ്റി. ഞങ്ങളായിട്ട് ഒരാളോട് പറയൂല. എടാ എനിക്കൊന്നും പറ്റിയല്ല, ഞാൻ കണ്ടാണ് ഇപ്പൊ അവിടുന്ന്. അതെ ഞാൻ ഒരാളോടും പറയില്ല. പറയരുത്. സത്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ നാളെ പുറത്തു പോട്ടി വരും. അതുകൊണ്ട് നീ പറയണതാണ് ശരി. ഞാൻ ആരും കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇവിടെ. പെണ്ണുമില്ല എന്താണ് சரியில்லை அழியாது. பொம்பளைங்களாத்த டைம்ல தண்ணி அடிக்கிறதெல்லாம் சகஜம். ஆனா இந்த மாதிரி நீஜ வேலை செய்யக்கூடாது யாருமே. എന്ത് ഉള്ള மாதிரி ஒரு മാനം കെട്ടവന്റെ പെങ്ങളെ കല്യാണം பண்ணிட்டேன்னு நான் இப்ப வருத்தப்படுறேன். ഈ കാര്യം അത് പറയാണ്. இது சரியா? இது എന്ത് ശരി? அந்த பொண்ணு எது? പൊണ്ണ நம்ம வீட்டுக்குள்ள இருக்கிற அந்த பொண்ணு எதுன்னு ഞാൻ പറഞ്ഞില്ലടാ നമുക്ക് നിങ്ങൾ അവിടെ പെണ്ണുണ്ടെന്ന്. എന്തെങ്കിലും വിശ്വസിക്കാൻ എന്തെങ്കിലും വിശ്വസിക്കാൻ അവിടെ പെണ്ണ് ചുണാകൊന്നുമില്ല. ഞങ്ങൾ അപ്പൊക്കെ മനസ്സിലായി. അത് ശരി, നിങ്ങൾ ഇവിടെ പെണ്ണുങ്ങളില്ലാത്ത സമയത്ത് രണ്ടാളും കൂടി ഒപ്പിച്ച പണിയതില്ലേ? எனக்கு தான் മനസ്സിലായി. இப்ப என்ன பார்த்தது நீ மானியனாய் நடிக்க வேணாம். பெம்பளங்க இல்லாத டைம்ல 3 பேர் சேர்ந்து வீட்டுக்குள்ள ஒரு பொண்ணை கொண்டு வந்திருக்கீங்களே. ഞാൻ പറഞ്ഞടാ ഹംക്കിങ്ങളോട്, ഞാൻ പറഞ്ഞില്ല ഞങ്ങളോട്. இங்க வா. എവിടെടാ? இங்க ബേഗാ நான் பார்த்ததில்ல. இங்க தான் அந்த பொண்ணு இருந்தது. എവിടെ പൊണ്ണ്? ഇതിപ്പോ എங்க പോണത്? നോണ പറയാൻ നിൽക്കരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞ നിങ്ങൾ രണ്ടാളും കൂടി ചോനം കൂടി പൊട്ടനാക്കി എടുത്തോട്ടോ. ഞാൻ കണ്ടു പറഞ്ഞിട്ട് നിങ്ങൾ സമ്മതിച്ചില്ല. ഇതെന്തോ പ്രശ്നം ഇവിടെ ഉണ്ട്. ആ പെണ്ണ് ഇവിടെ ശരിയാണ്. നോക്ക് ഇതൊക്കെ ഭ്രാന്താണെന്ന് തോന്നുന്നു. நான் பார்த்ததில்ல. இங்க எங்க போகுது? ഹലോ ஐயா இங்க இருக்கு. பாரு ஒண்ணு பாரு. நீங்க தானே இல்லன்னு சொன்ன. பாரு നീ ആരാണ്? എന്താണ് പ്രശ്നം? ചേട്ടാ എന്നെ കൈവിടല്ലേ. ആരാണ്? അതെ ഇങ്ങോട്ട് നോക്കിയേ. നിന്റെ വീടാണിത്. നിന്റെ വീട് എന്താ ഇവിടെ? എനിക്ക് അവിടുന്ന്
അതെ ആര് പറഞ്ഞിട്ടാ നീ ഇങ്ങോട്ട് വന്നത്? എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ആരും ഇല്ല. ഞാൻ പോവില്ല, കൊന്നാലും പോവില്ല. ആര് വിളിച്ചിട്ടാണ് നീ വന്നത് ഇവിടെ? ആര് വിളിച്ചിട്ടാ വന്നതെന്ന് പറയേ. പോവല്ലേ അതെ ഇല്ല, പരിക പേടിപ്പിക്കല്ലേ, എനിക്കറിയില്ല. അതെ ഞങ്ങള് നീ പറയുന്നത് കേട്ടപ്പോ മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചായനോട് പറ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇച്ചായൻ പരിഹരിക്കാം. ആര് പറഞ്ഞിട്ടാ മോള് നീ മര്യാദക്ക് പോവാണെങ്കിൽ മര്യാദക്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ ഇവിടുന്ന് പുറത്ത് ഇറക്കി വിടേണ്ടി വരും. എന്താ കൊണ്ട് തല്ലി പൊട്ടിക്കും. ഞാൻ അവരുടെ ക്ഷമ കെട്ട് തുടങ്ങിട്ടോ. എന്താണ് ഈ പറഞ്ഞോട് വെറുതെ എന്നെ മുട്ടാളാക്കാതെ இந்த பொண்ணு எப்படி வந்து எனக்கு தெரியும். என்னடா இந்த மாதிரி எல்லாம் பண்ணலாமா நீங்க? എന്താണ് നീ കാര്യം അറിയണ പറയല്ലേ? ഞാൻ ഇയാളുടെ മുഖത്ത് കുച്ചൊക്കെ ഒന്ന് ഓർക്കൂട്ടെ. ഭാര്യ വന്നതെല്ലാം കഴിയുമ്പോൾ മുതൽ തെരഞ്ഞെടുക്കണമല്ലേ? പണ്ണായി പോയി പിടിച്ചു പുറത്തേക്ക്. நீங்க நீங்க இப்படி இப்படி சாரி கடிக்காத. என்ன பண்ணணும்னு எனக்கு தெரியும். நீங்க கம்முனு എന്തെങ്കിലും ഒന്ന് சரி சரி ഞാൻ പോവില്ല എന്ന് പറഞ്ഞില്ലേ. കുട്ടി എന്താ ആവശ്യം? എന്താണ് എനിക്ക്? എന്താ കാര്യം വേണോ? എന്താ ആവശ്യം? എന്താണ് എന്താ ഇരിക്കണേ? അതെ എന്തിനാ വന്നതെന്ന് പറയണേ. എന്താ ഉദ്ദേശം പറയും? എവിടുത്താരിയാണ്? ஹலோ மல்லி, நான் துரையண்ணன் பேசுறேன். நீயும் ரசியும் சீக்கிரம் வீட்டுக்கு வா. நீங்க இல்லாத டைம்ல இங்க வாசுட்டி ஜோசுட்டி பரிங்குட்டி சேர்ந்து தண்ணி அடிச்சிட்டு இருந்தது. அப்புறம் நான் உள்ள போய் பார்த்தா உள்ள ஒரு பொண்ணு இருக்குது. நான் கையோட புடிச்சிட்டேன். சீக்கிரமா சீக்கிரமா. എന്റെ റസിയ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഇതാണ് ഇവിടെ കാണുന്ന പോലെ. എന്താ ചെയ്യണത്? എടി പോർക്കെ നീ ആരാന്നൊന്നും പറയണ. രണ്ട് കുടുംബം കലങ്ങണെന്ന്. രണ്ട് കുടുംബല്ല, 3 കുടുംബം കലങ്ങ പോകുന്നത്. നിന്റെ പൊണ്ടാട്ടി ഞാൻ കൂപ്പിട இந்த மாதிரி തട്ടിത്തരം ചെയ്താ പിന്നെ എന്നാ? നിന്റെ ആവശ്യം എന്താ വെച്ചാൽ അത് പറയണേ. എവിടുന്ന് വന്നിറങ്ങി പടച്ചറാപ്പ കുടുംബം എനിക്ക് വലിയ മല്ലി ഒന്നുമില്ല. എന്താ മോളെ മോളെ സോറി, എൻ്റെ മോള് എൻ്റെ മോളാണ് കേട്ടോ. സുഖമില്ലാത്ത കുട്ടിയാണ്. അവളെ കൊണ്ട് ആശുപത്രിയിലോട്ട് പോണ വഴിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയതാ. ഇവിടെയൊക്കെ ഒരുപാട് ഞങ്ങൾ തിരക്കി. ഇവിടെ അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയാണ് പറഞ്ഞത് ഒരു കുട്ടി ഇങ്ങോട്ട് ഓടി കയറുന്ന കണ്ടു. അവളാണോ ഇതെന്ന് അറിയാൻ വേണ്ടി വന്നതാ ഞങ്ങൾ. ഞങ്ങള് പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ലാന്ന്. അവൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങൾക്ക് അറിയില്ല, ആരെന്താന്ന് അറിയാത്ത കാരണം ഒരു ഇടകരുണ്ടായി, അതാണ്. ശരിയാന്ന് എളുപ്പം കൊണ്ടുപോയിക്കോ. അപ്പൊ ഞങ്ങള് നോക്കണ്ടേ കുട്ടികളൊക്കെ സുഖമില്ലാച്ചെങ്കില്. ഇപ്പൊ സമാനം എനിക്ക് എന്തെങ്കിലും അങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്ക് അടച്ചങ്ങോട്ട് ആക്ഷേപിച്ചോ. അതെ ഇതിനൊക്കെ കാരണക്കാരെ ഈ ഒരു ഒറ്റ കുരുത്തം കട്ടവനാണ്. ഇതിലിപ്പോ നിങ്ങൾക്ക് രണ്ടാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും അർഹത ഉണ്ടെങ്കിൽ എനിക്കേ ചെയ്യാൻ പറ്റും.
ഇത് അടിയുടെ ചിരയുടെ തരികിട മേള പൂരം കുട്ടീസ്